പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 7 പ്രധാന വാർത്തകൾ. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യത്യസ്ത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്കിടെ 27 പേർ അറസ്റ്റിലായി. മസ്കത്ത്, ദാഖിലിയ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിലായാണ് ഇത്രയും പേർ പിടിയിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ജ്വല്ലറിയിലും ഇലക്ട്രോണിക് കടയിലും ഗ്യാസ് സ്റ്റേഷനിലും വീടുകളിലും മോഷണങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, ചൂതാട്ടം തുടങ്ങിയ കേസുകളിലാണ് പ്രവാസികൾ ഉൾപ്പെടെ പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ആരോപി അറിയിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാം തകിടം മറിഞ്ഞു. വീടുകൾ കാണാനില്ലാതായി. സഹായത്തിനായി കരയാൻ സാധിക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിലുള്ളവരും ബന്ധുക്കളും അയൽക്കാരുമെല്ലാം ഒഴുകിപ്പോയി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച എല്ലാവർക്കും പറയാനുള്ളത് ഇതാണ്. വിദേശത്തായതിനാൽ മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട നിരവധി പ്രവാസികളുണ്ട്. ഒരു നിമിഷത്തിൽ കൂടെയുള്ളവരെല്ലാം നഷ്ടപ്പെട്ട് വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട അനുഭവം പേറുന്നവരാണ് ഇങ്ങനെയുള്ളവർ. ഒമാനിൽ പ്രവാസിയായ മുഹമ്മദ് നൗഫൽ അവരിൽ ഒരാളാണ്. 3 മാസം മുമ്പാണ് ചൂരൽമലയിൽ നിന്ന് നൗഫൽ മസ്കത്തിലെത്തുന്നത്. മാതാപിതാക്കളും ഭാര്യയും 3 മക്കളും സഹോദരനും സഹോദര ഭാര്യയും അവരുടെ 3 മക്കളും സഹോദരങ്ങളും അവരുടെ കുട്ടികളുമടക്കം 11 പേരെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ദുരന്തമറിഞ്ഞ് പിറ്റേന്ന് തന്നെ നൗഫൽ നാട്ടിലെത്തി. തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടക്കുന്നയിടത്ത് ശരീരഭാഗമെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ ഒഴുകുന്ന കണ്ണുകളുമായി മുഹമ്മദ് നൗഫൽ ഒരു കല്ലിന്മേൽ കുത്തിയിരിക്കുകയാണ്. ഈ കാഴ്ച എല്ലാവരിലും നൊമ്പരമുണ്ടാക്കുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വീണ്ടും താഴ്ന്നതോടെ വിനിമയ നിരക്കും കുത്തനെ ഉയർന്നു. ഒരു റിയാലിന് 218 രൂപ വരെയാണ് വിവിധ പണമിടപാട് സ്ഥാപനങ്ങൾ നൽകിയത്. എക്കാലത്തെയും ഉയർന്ന വിനിമയ നിരക്കാണിത്. US സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന ഭയത്തിൽ ഇന്നലെ ഓഹരി വിപണി ഇടിഞ്ഞത് രൂപയുടെ മൂല്യമിടിയാൻ കാരണമായി. ഇതിന് പിന്നാലെ ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം മാസത്തിന്റെ ആദ്യത്തിൽ കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാൻ ഇന്ത്യൻ പ്രവാസികൾക്ക് സാധിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരും പ്രവാസികളിലുണ്ട്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് UK പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമറുമായി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ഒമാനും UKയ്ക്കുമിടയിലുള്ള ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരമായ ബന്ധങ്ങളും സൗഹൃദവും ഇരു രാഷ്ട്രങ്ങളിലെയും ജനങ്ങളുടെ സംയുക്ത താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉഭയകക്ഷി സഹകരണവും ഇരുവരും ചർച്ച ചെയ്തു. പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലെ നിലവിലെ സംഭവ വികാസങ്ങളും പൊതുവായ ആശങ്കയുള്ള മറ്റു വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു. വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, പ്രൈവറ്റ് ഓഫീസ് തലവൻ ഡോക്ടർ ഹമദ് സയ്യിദ് അൽ ഔഫി, UKയിലെയും വടക്കൻ അയർലൻഡിലെയും അംബാസഡർ ബദർ മുഹമ്മദ് അൽ മന്ദാരിയും കൂടിക്കാഴ്ചയിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സന്നിധരായിരുന്നു. ബ്രിട്ടീഷ് കോമൺവെൽത്ത് വികസനകാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഡേവിഡ് ലാമി, ഒമാനിലെ UK അംബാസഡർ ലിയാൻ സോണ്ടേഴ്സ് എന്നിവരും മറ്റു നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും ബ്രിട്ടനെ പ്രതിനിധീകരിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലായത്തിൽ ചൂതാട്ടം നടത്തിയ പ്രവാസികൾ അറസ്റ്റിൽ. ഏഷ്യൻ രാജ്യക്കാരായ 14 പേരെയാണ് ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. പരിശോധനയ്ക്കിടെ സംഘം അറസ്റ്റിലാവുകയായിരുന്നു. പ്രതികൾക്കെതിരെ റോയൽ ഒമാൻ പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു. മഹൂത്ത് ദുഃഖം റോഡിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചത് വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിന് കാരണമായി. പൊടിക്കാറ്റിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണ് നീങ്ങുകയും യാത്ര ദുർഘടമാവുകയും ചെയ്തിട്ടുണ്ട്. കാഴ്ചപരിധി ചുരുങ്ങുകയും ചെയ്തു. അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ജാഗ്രത പുലർത്തണം. അടുത്ത ദിവസങ്ങളിൽ കനത്ത പൊടിക്കാറ്റ് തുടരാനിടയുണ്ട്. പൊടിക്കാറ്റ് ശക്തമാകുന്നതിനാൽ കാഴ്ചപരിധി കുറയുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഖരീഫ് കാലമായതിനാൽ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് മഹൂത്ത് ദുഃഖം റോഡ് ഉപയോഗിക്കുന്നത്. രാത്രി സമയങ്ങളിലടക്കം ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. 2 ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയ്ക്ക് പിന്നാലെ താപനില കുറഞ്ഞതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം. മഴ ലഭിച്ച പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് താരതമ്യേന താപനില കുറവ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് ഇന്നും മഴ തുടരും. ഒമാനിലെ 22 ഇന്ത്യൻ സ്കൂളുകളിൽ ഉൾപ്പെടെ 46 അന്താരാഷ്ട്ര വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട്. 2023-24 അധ്യയന വർഷത്തിൽ 61,704 ആയിരുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം. 2,935 അധ്യാപകർ ജോലി ചെയ്യുന്നു.
1835 ക്ലാസ് മുറികളാണ് രാജ്യാന്തര സിലബസുകളിലുള്ള വിദ്യാലയങ്ങളിലുള്ളതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. വിദേശ സ്കൂളുകളിൽ ഭൂരിഭാഗവും മസ്കത്ത് ഗവർണറേറ്റിലാണ്. 21 എണ്ണം. ദോഫാറിൽ 5ഉം വടക്കൻ പാത്തിനയിൽ 6ഉം സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നു. അതേസമയം അന്താരാഷ്ട്ര സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഉയരുകയാണ്. 2019-20 അധ്യയന വർഷം 63,145 വിദേശ വിദ്യാർത്ഥികൾ പഠനം നടത്തിയിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിക്കാലത്തും തുടർന്നുള്ള അധ്യയന വർഷത്തിലും കുട്ടികളിൽ കുറവുണ്ടായി. പ്രവാസി കുടുംബങ്ങൾ പലരും തൊഴിൽ നഷ്ടം മൂലവും മറ്റു കാരണങ്ങളാലും നാടണഞ്ഞത് ഇതിന് കാരണമായി. കോവിഡിന് ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വീണ്ടും പഴയ നിലയിലേക്ക് ഉയർന്നു വരികയാണ്. ഇക്കാലയളവിൽ അധ്യാപകരുടെ എണ്ണത്തിലും സമാന മാറ്റമുണ്ടായി. മെയ് ജൂൺ മാസങ്ങളിലായി ഒമാനിലേക്ക് നുഴഞ്ഞു കയറുന്നതിനിടെ അറസ്റ്റിലായത് 50-ൽ പരം പ്രവാസികളെന്ന് റോയൽ ഒമാൻ പോലീസ്. 58 പേരാണ് 2 മാസത്തിനിടെ പിടിയിലായത്. ഇവരിൽ 27 പേരും കഴിഞ്ഞ 2 ദിവസത്തിനിടെ പിടിക്കപ്പെട്ടവരാണ്. ഏഷ്യൻ രാജ്യക്കാരാണ്. അനധികൃതമായി ഒമാനിലേക്ക് പ്രവേശിക്കുന്നവരിൽ ഭൂരിഭാഗവും. കടൽ വഴിയാണ് നല്ലൊരു ശതമാനവും രാജ്യത്ത് എത്താൻ ശ്രമിക്കുന്നത്. ഇത്തരക്കാർക്കായി പോലീസ്, കോസ്റ്റ് ഗാർഡും തീരപ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഒമാനിൽ റെസിഡൻസി പെർമിറ്റിന് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും വിസ മെഡിക്കലിന് ലാറ്റന്റ് ട്യൂബർകുലോസിസ് പരിശോധന നിർബന്ധമാക്കി ആരോഗ്യ മന്ത്രാലയം ഉത്തരവ്. ആളുകളിൽ മറഞ്ഞിരിക്കുന്ന TBയെ പരിശോധനയിൽ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. കൈത്തണ്ടയിൽ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് വഴിയാണ് TB കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുക. വിസ മെഡിക്കലിന് അപേക്ഷിക്കുമ്പോൾ ഇനി ഇതും ചെയ്യേണ്ടതുണ്ട്. പരിശോധനാ ഫലത്തിൽ TB പോസിറ്റീവ് ആണെങ്കിൽ അംഗീകൃത സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കുകയും ഇത് സർക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്ററിൽ ആരോഗ്യ വിദഗ്ധനെ കാണിക്കുകയും വേണം. ഡോക്ടറുടെ പരിശോധനയിൽ TBക്ക് ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിൽ ആരോഗ്യ മന്ത്രാലയം സൗജന്യ ചികിത്സ നൽകും. മറഞ്ഞിരിക്കുന്ന ക്ഷയരോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും ഇത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ലാറ്റന്റ് TB ഉള്ള ആളുകൾക്ക് സാധാരണ നിലയിൽ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. എങ്കിലും അവർക്ക് രോഗം കണ്ടെത്തി കൃത്യമായി ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ഭാവിയിൽ TB രോഗം ഗുരുതരമായി പിടിപെടും. രോഗം മറ്റുള്ളവരിലേക്ക് പകരാനും ഇടയാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.